ആട് 3 ഇത് മെയിൻ ഇഷ്യൂ എനിക്ക് ആട് 3ൽ തോന്നിയത് എന്താ വെച്ചാൽ അതിൽ ആട് 3ൻ്റെ തന്നെ പാർട്ട് 2 സെഷനിലോട്ടാണ് ആ കിടിലനായിട്ട് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ആട് 3ൻ്റെ പാർട്ട് 2ലാണ് ഇനി നമുക്ക് പക്ക എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ആ ഒരു സംഗതിയിലോട്ട് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. അതായിരുന്നു ഹൈ പോയിന്റ്. നമ്മുടെ ട്രെയിലറിൽ നിന്ന് നമ്മൾ ഗസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാട് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു പീരീഡ് ഡ്രാമ അല്ലെങ്കിൽ ടൈം ട്രാവൽ, ടൈം ലൈൻ ക്രോസ് ഓവർ, ഓരോ കാലഘട്ടത്തിലെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ലൈൻ സ്വിച്ച് ചെയ്തിട്ട് വരുന്ന രീതിയിലൊക്കെയുള്ള കഥയാണ്. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ബാക്കി 2 ഫ്രാഞ്ചൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആട് 3 എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ആട് 1ഉം എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തതാണ് ഇൻ തിയേറ്റർ. ആട് 2 നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. ആട് 1ആണ് ആക്ച്വലി എനിക്ക് 2നെക്കാട്ടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആട് 3ൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. സംഗതി ഇതാണ് വന്നത്. നല്ല ഗംഭീരമായിട്ട് ഒരു എക്സ്ട്രാ വാഗൻസ ഷോർട്സും കാര്യങ്ങളും ഗംഭീരമായിട്ടൊരു സിനിമ എക്സ്പീരിയൻസ് നമുക്ക് നൽകാൻ ഉള്ളൊരു ഗ്രാൻഡ് ഒരു പടത്തിനുണ്ട്. ആ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസും ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു രാജാവായിട്ടാണ് നമ്മുടെ ഷാജി പാപ്പൻ ആ ഒരു ടൈം ലൈൻ സ്വിച്ച് നടക്കുമ്പോൾ കാണിക്കുന്നത്. ഒരു പീരീഡ് ഡ്രാമ പോലത്തെ ഒരു സെറ്റപ്പുള്ള ഫിലിമൊക്കെ എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് മിഥുൻ മാനുവൽ തോമസ് എന്നാണ് എനിക്ക് തോന്നിയത്. ആ സെഷൻ കണ്ട സമയത്ത് ആ പഴയ കാലത്തെ ആ രാജഭരണ കാലഘട്ടത്തിലുള്ള ആ സംഗതികൾ, ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഉദ്ദേശിച്ച പല കോമഡി ഉണ്ടല്ലോ, നമ്മൾ ചിരിക്കാൻ ഒരു ഫൺ മൂഡിൽ ഇരുന്ന് കണ്ട് രസിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. ഒരു കോമഡി ആയിട്ട് ഉദ്ദേശിച്ച് എടുത്ത പല സീക്വൻസും എനിക്ക് വർക്കാവാത്ത ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 1-2 സ്ഥലത്ത് 1-2 സീക്വൻസ് കറക്റ്റായിട്ട് ആലോചിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ജോൽസിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഒരു ഇഷ്യൂ തീർക്കാൻ വേണ്ടി പോകുന്ന ഒരു സെഷൻ ഉണ്ട്. അതിൽ ഗംഭീരമായിട്ടുള്ള കുറച്ച് 1-2 നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കോമഡി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള 1ലും 2ലും കണ്ട സംഗതികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ചിരിക്കാനുള്ള ഒരു വകയില്ലാത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഭയങ്കര മോശമായിട്ടുള്ളൊരു പടമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻ കമ്പാരിസൺ ടു 1 and 2 എനിക്ക് ആട് 3 കുറച്ചൊന്ന് പുറകോട്ട് പോയ പോലെ തന്നെയാണ് തോന്നിയത്. നമ്മൾ ഫുള്ളൊരു എന്താ പറയുക, ഒരു കാവോട്ടിക് ഫൺ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത മണ്ടൻ പരിപാടികളാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അത് കിട്ടാത്തതിൻ്റെ ഒരു പേഴ്സണൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആ ഒരു ഫണ്ണ് സാധനം പ്രോപ്പറായിട്ട് വന്നില്ല. അതിൽ തന്നെ നമ്മുടെ ഷാജി പാപ്പൻ, മെയിൻ ക്യാരക്ടർ ഷാജി പാപ്പൻ്റെ ആ ഒരു പീരിയഡ് ഡ്രാമ സമയത്തുള്ള ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന സംഗതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി പാപ്പൻ സൈഡായി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഷാജി പാപ്പൻ അധികം ചെയ്യാനില്ലാത്ത പോലെ, ഷാജി പാപ്പൻ 1ലും 2ലും ഉള്ള ആ ഒരു ഫണ്ണി സൈഡ് കുറച്ച് നന്നായിട്ട് ഡൗൺ ആയ പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ നല്ല ഹൈ തന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഡൂഡിനെ ഏത് പാട്ടിൽ കണ്ടു കഴിഞ്ഞാലും എൻ്റർടൈനിങ് ആണ്. കാരണം പുള്ളിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ക്യാരക്ടറായിട്ട് സ്വിച്ച് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. സുലൈമാനായിട്ട് വളരെ വിധേയനായിട്ട് ജീവിക്കുന്ന വിനായകൻ ദിൽമാൻ, അദ്ദേഹം ഒരു സാഹചര്യത്തിൽ ആട് 2ൽ ഉണ്ടായിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ക്യാരക്ടറിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു റീ എൻട്രി, ഡൂഡായിട്ടുള്ള ഒരു റീ എൻട്രി മാരകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് കോട്ടൊക്കെ ഇട്ട് ഉള്ളിൽ വൈറ്റ് ഷർട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക നടത്തത്തിൻ്റെ സ്റ്റൈലുണ്ട്. ആ വാക്കിംഗ് സ്റ്റൈൽ അദ്ദേഹം ഇമിറ്റേറ്റഡ് ഫ്രം മറ്റേ പുട്ടിൻ്റെ വാക്കിംഗ് സ്റ്റൈല് പൊക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സംഗതിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഡൂഡ് വരുന്ന സമയത്തൊക്കെ നല്ല ഒരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷാജി പാപ്പൻ്റെ കൂടെ മെയിനായിട്ട് ഉള്ളൊരു ക്യാരക്ടറായിട്ട് വന്നത് നമ്മുടെ ധർമ്മജൻ്റെ ക്യാപ്റ്റൻ ക്ലീറ്റസ് ആണ്. ക്യാപ്റ്റൻ ക്ലീറ്റസും ഷാജി പാപ്പനും ഉള്ള ആ കോൺവെർസേഷനിൽ പല സ്ഥലത്തും കോമഡി വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ കമ്പാരിസൺ ടു 1 and 2 എനിക്ക് 3ൽ അത്രയ്ക്ക് അങ്ങോട്ട് നമ്പർ ഓഫ് കോമഡീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫൺ എലമെൻറ്റ്സ് നിറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ കുറച്ചൊരു കൺക്ലൂസീവ് അല്ലാത്ത പോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അജു വർഗീസിൻ്റെ ക്യാരക്ടർ ആയാലും അത് സാരഥി കോരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഏത് ടൈം ലൈനിൽ പോയാലും മണ്ടന്മാർ തന്നെ അവന്മാരുടെ ലക്ഷ്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. അവർ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടറിനൊന്നും കൺക്ലൂഷൻ ഇല്ലാത്ത പോലെ തോന്നി. അതുപോലെ തന്നെ സൃന്ദൻ്റെ ക്യാരക്ടറിനൊരു കൺക്ലൂഷൻ ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു വേളയിൽ ഒരു ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ പല സ്ഥലത്ത് പല ഒബ്ജക്റ്റിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ പറയുമല്ലോ,
ഈ സിനിമ കാണുന്ന സമയത്ത് എല്ലാ സാധനത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ടാവും, എല്ലാ ഷോട്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ക്ലോസപ്പ് കാണിച്ചത് എന്തിനാണെന്നൊക്കെ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ 1-നെയും 2-നെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആട് 3 അത്ര ഒരു എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല, കമ്പാരിറ്റീവ്ലി എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല. എന്നിരുന്നാലും നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മോശമല്ലാത്ത ഒരു സിനിമ ആയിട്ട് തന്നെ തോന്നി. പക്ഷേ ആട് 3-ന്റെ പാർട്ട് 2-ൽ ആ ഒരു ടൈം ലൈൻ ക്രോസ് ഓവർ വെച്ചിട്ടുള്ള വേൾഡ് ബിൽഡപ്പും അതുപോലെ തന്നെ ആ ക്യാരക്ടറുകൾ 2 കാലഘട്ടത്തിലോട്ട് മാറി സ്വിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്ന ആ തമാശകളും അവർ ചെന്നപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ കുറച്ചുകൂടി ഫണ്ണി ആയിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ആട് 3 പാർട്ട് 2. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.